എല്ലാവർക്കും ടേസ്റ്റി ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ AnuSreenath. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഈസി ഡിഷാണ് ഓലൻ. ഓലൻ നമുക്ക് നല്ലൊരു സൈഡ് ഡിഷും ആണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഒരുപാട് ചേരുവകളൊന്നും വേണ്ടാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ ഓലൻ. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് വൻപയർ, കുമ്പളങ്ങ, പച്ചമുളകും കറിവേപ്പിലയും. 2 കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലത്തെ പീസുകളായിട്ട് മുറിച്ചെടുത്ത കുമ്പളങ്ങ. വൻപയർ ഞാൻ 1/2 കപ്പായിട്ട് എടുത്തിട്ടില്ലേ. ഇത് വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർത്തിട്ട വൻപയറാണ്. പിന്നെ പച്ചമുളക് എടുത്തിരിക്കുന്നത് ഇതൊരു 6-7 പച്ചമുളകുണ്ട്. അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കണം. നമ്മൾ വേറെ മസാലയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ആകെ നമ്മൾ ചേർക്കുന്ന ഈ പച്ചമുളക് മാത്രമാണ്. അപ്പോൾ എരിവ് ഒട്ടും ഇല്ലാണ്ടെങ്കിലും പറ്റില്ല, കാരണം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു മധുരമാവും. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ച് എടുക്കണം. ഞാനിപ്പോൾ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വൻപയർ കുക്കറിലിട്ടൊന്ന് വേവിക്കാം. കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി. വൻപയർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുക്കറിൽ അടിച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രഷർ പോയി കഴിയുമ്പോൾ എടുക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെടുത്തേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, കാരണം ഇപ്പോൾ ഇത്രയ്ക്ക് വെള്ളം ഇതിലുണ്ടല്ലോ, അത് മതി. ഉപ്പ് പിന്നെ ആദ്യം ഇട്ട് കൊടുത്ത് മതിയാകുന്നതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും ഒരു വിസിൽ കേട്ടാൽ മതി. ഒരുപാട് ഇട്ട് വിസിൽ കേൾപ്പിക്കരുത്, കാരണം തന്നെ കുമ്പളങ്ങ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് പോകും. ഇപ്പോൾ ഇത് ഒരു വിസിൽ കഴിഞ്ഞ് കുമ്പളങ്ങയും പയറും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ പരന്ന പാത്രത്തിലേക്ക് ഇടുകയാണ്. നിങ്ങൾ വെക്കുമ്പോൾ ഇത്രയ്ക്കും വെള്ളം ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്താലും മതി. ഇപ്പോൾ ഇതൊരു 2-3-4 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 2-ാം പാല ചേർക്കാൻ പോകുന്നത്. അപ്പോൾ 2-ാം പാല് ഞാൻ എടുത്തിരിക്കുന്നത് അധികം വെള്ളം ചേർത്തിട്ടല്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയ്ക്കും വെള്ളത്തിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2-ാം പാല് ഇത്തിരി കുറുക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 3/4 കപ്പ് ഉണ്ട് 2-ാം പാല്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് അതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്കും ഈ തേങ്ങാപ്പാലിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആവും. ഇപ്പോൾ കണ്ടോ, ഒരു പിങ്ക് കളർ പോലെ വന്നില്ലേ. ഇതിലിട്ട് നല്ല ഉണക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാതിരിക്കില്ല, അല്ലെങ്കിൽ പിന്നെ തേങ്ങ അങ്ങ് പിരിഞ്ഞ പോലെയാവും. അപ്പം നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാനിതൊരു 5 മിനിറ്റ് ഇളക്കിയപ്പോഴത്തേക്കും കണ്ടോ, ഇതൊക്കെ നല്ലതായിട്ട് ഇതിൽ കിടന്ന് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഈ പാനിലോട്ട് ഇട്ടിട്ട് മൊത്തം ആദ്യം ഒരു 3 മിനിറ്റ് ഇളക്കിയിട്ടാണ് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇളക്കി. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പിന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാല ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇതിന് നല്ല സ്മെല്ലാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വെക്കുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് അതിൽ ജസ്റ്റ് ബബിൾസ് ഇങ്ങനെ വന്നു തുടങ്ങൂല. അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് അധികം ഇട്ട് തിളപ്പിക്കണ്ട. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല പാകമായി വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്നും ഒന്ന് മെല്ലെ ഒന്ന് കുറുകും. പാത്രത്തിനൊക്കെ നല്ല ചൂടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയാണ്. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഇങ്ങനെ ചൂടോടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ അവിയലിൽ ഒഴിക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലല്ലേ. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ്. ഒരു മസാല ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു സൈഡ് ഡിഷാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഈസി ഉണ്ടാക്കാം. പയർ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.